കുന്ന് പുഴ. ഓ തുടങ്ങി വെറുപ്പിരി. തമ്പുരാട്ടി വന്നാ എന്താണ് പതിവില്ലാണ്ടൊരു സന്തോഷമുള്ളപ്പൊക്കെ? ആദ്യത്തെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടുത്തിയില്ല. അമ്മയുടെ കയ്യിൽ നിന്ന് 2 പെട കിട്ടുമ്പോൾ ശരിയായിക്കോളും. പേരൻസ് മീറ്റിംഗ് അല്ലേ ചേച്ചി? അവിടെ നിന്ന് അതൊന്നുമല്ല. മേഴ്സിക്കില്ലി ചെയ്യാമതോ? എന്നേ മേഴ്സിക്കിട്ട് നാളെ മുട്ട മണി കിട്ടും. എങ്ങനെ അവർക്ക് 2 ലക്ഷം കിട്ടണമെന്ന് ഞാനിപ്പോൾ ആലോചിച്ചുള്ളൂ. പ്രശ്നമില്ലേ, അത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു. നീ നമ്മുടെ വീട്ടിൽ നിന്ന് ചെല്ലുമ്പോഴും അത് പറയും. ഇതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. നടന്ന സംഭവം ചേച്ചി, ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്തായാലും കളിക്ക്. ഞാൻ ഈ കാർട്ടൂൺ മാറ്റി ആ സീരിയലൊന്ന് വെച്ചേ. എന്ത് വേണമെങ്കിലും വെച്ചോ, ഇന്നിവിടെ വഴക്ക് വേണ്ട. അതെ, നാളത്തെ ദിവസം ഒന്ന് കഴിയട്ടെ. ആക്കിയപ്പ ചേച്ചി ചേച്ചി പാറോ അവിടെ മിണ്ടാണ്ടിരിക്കേ, ഞാനൊന്ന് കാണട്ടെ. ചേച്ചി അതല്ല, ഇപ്പൊ അവിടെ എന്താ പറഞ്ഞേ? നീ കാണുമല്ലേ ചേച്ചി? എനിക്ക് ഹിന്ദി ഞാഷി നീ 5ാം ക്ലാസ്സിലായില്ലേ, എന്നിട്ട് ഇതുവരെ അത് പഠിച്ചില്ലേ? ചേച്ചി എനിക്ക് എഴുതാൻ മാത്രമല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. അതൊക്കെ ഞാൻ തോറ്റ്. വാടാ, അവരിപ്പോ എന്താ പറഞ്ഞേ? ഓ അവളുടെ ലവ് അവളെ തേച്ച്, അതാണ് അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞോണ്ടിരിക്കുക. ഓഹോ അങ്ങനെയല്ലേ? അവിടെ മിണ്ടാണ്ടിരി, ഞാൻ കാണട്ടെ. ചേച്ചി ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞേ? അവള് കോളേജ് മാറുവാന്ന്. എടാ ഒരു കളിച്ചിലാണല്ലോ ചേച്ചി, അതെന്തിനാ ഇപ്പൊ കരയണേ? ഒന്ന് മിണ്ടാണ്ടിരിക്കും, ഞാൻ ഒന്ന് കാണട്ടെ. പറയല്ലേ ചേച്ചി, എനിക്ക് അറിയാത്തോണ്ടല്ലേ. ഒന്ന് പറഞ്ഞതാ ചേച്ചി, ഒന്ന് പറഞ്ഞാ പ്ലീസ്. ഭാഗ്യം പരസ്യം വന്നു. ചേച്ചി ഈ സീരിയലിന്റെ പേര് പാനി പർസാന്നാണോ? അതെന്താ? ഞാൻ ഫുള്ള് കരിച്ചില്ലല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. പാറു മിണ്ടാണ്ട് അവിടെ ഇരുന്നോ, ഇല്ല എന്റെ ഇപ്പൊ കിട്ടും. ഞാൻ വെറുതെ ദേഷ്യപ്പെട്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മനുഷ്യന് ഒരു സമാധാനം തരില്ല. ഞാൻ മര്യാദക്ക് കണ്ടോട്ടെ, നീ ഇത് കാണാറില്ലല്ലോ, പിന്നെന്താ? അറിയാൻ വേണ്ടിട്ടല്ലേ? അതല്ല എനിക്കറിയാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ കുഴപ്പം? അറിയാൻ വേണ്ടിട്ടൊന്നുമല്ലല്ലോ, നിനക്കെന്നെ കാണിക്കാണ്ടിരിക്കണം. എനിക്ക് നല്ല ശ്രദ്ധ വേണം, അതും തരൂല. ദേഷ്യപ്പെടാൻ ചേച്ചിയല്ലോ ദുർവാസാവോ? എന്താണ് ശ്രദ്ധിക്കാൻ? നാളെ പരീക്ഷ ഉണ്ടോ? ഇല്ല പോറോ, ഞാൻ പറഞ്ഞു. പിള്ളേരെ 2 മിണ്ടാണ്ടിരുന്നോണം. നിങ്ങളുടെ ഒച്ച അവിടെ കേൾക്കാന്നറിയാവോ? ചേച്ചിയാ ഞാൻ പറഞ്ഞേക്ക, ഈ ടി വി ഞാൻ എറിഞ്ഞു പറ്റിക്കും കേട്ടല്ലോ. ഞാനൊന്നും അല്ലെന്നേ, ഞാനും അല്ല. ആരായാലും ശരി, ഇവിടെ നിന്നെങ്ങാനും ബഹളം കേട്ടാ മനുഷ്യന്റെ തല പെരുത്തിരിക്കുക. ചേച്ചി കാരണം ഇപ്പൊ എല്ലാം ഉണ്ടായി. ഇല്ല നീ കാക്ക, നീ മാത്രം. ഇല്ല ചേച്ചിയാ ചേച്ചിയാ ചേച്ചിയാ, ഞാൻ നിന്നോട് പറഞ്ഞു നീയാ കാരണം. കണ്ണും കൂടി ഒന്നും മിണ്ടാണ്ടിരിക്കോ? നീ എന്തായാലും കിട്ടും കേട്ടല്ലോ. പടി എടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാം.